തിരുവനന്തപുരം പനച്ചമൂട് സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. കാണാതായത് പഞ്ചാങ്കുഴി സ്വദേശി പ്രിയംവദയെ. വീടിന് സമീപം പ്രിയംവദയെ കുഴിച്ചു മൂടിയതായി നിഗമനം. 2 പേർ കസ്റ്റഡിയിൽ. വീണ്ടും യുദ്ധക്കളമായി പശ്ചിമേഷ്യ. ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രായേലും. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ 10 മരണം, നിരവധി പേർക്ക് പരിക്ക്. ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 80 പേർ. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തന്ത്രപ്രധാനമായ പാർസ് റിഫൈനറി കത്തിച്ചു. യുദ്ധത്തിൽ അമേരിക്ക ഇടപെടണമെന്ന് ഇസ്രായേൽ. ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്ക. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 5 ജില്ലകളിൽ റെഡ് അലേർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. ഇടുക്കി മലങ്കര അണക്കെട്ടിന്റെ 6 ഷട്ടറുകളും തുറന്നു. കോഴിക്കോട് ഉടുമ്പ്രത്ത് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. തിരുവനന്തപുരത്ത് തീരദേശത്തും നാശം. പൂച്ച ചത്തതിൽ കൊച്ചി പാലാരിവട്ടത്തെ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ പരാതിയുമായി നടനും സംവിധായകനുമായ നാദിർ ഷാ. കുളിപ്പിക്കാൻ നൽകിയ പൂച്ചയെ കൊന്നുകളഞ്ഞുവെന്ന് ആരോപണം. ഇതിന്റെ കഴുത്തില് ഒരു ചരട് കെട്ടിയിട്ട് ഇതിനെ വലിച്ച് കൊണ്ടുപോകുന്നതാണ് എൻ്റെ മോള് കണ്ടത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ക്യാറ്റിൻ്റെ ബോഡി അത് ഞങ്ങൾ സെഡേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്നാണ് പറഞ്ഞത്. പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി നാദിർ ഷാ. ആലപ്പുഴയിൽ കാർ തോട്ടിൽ വീണ് 32കാരൻ മരിച്ചു. മരിച്ചത് തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണി. കാറിലെ മറ്റ് 2 പേർ രക്ഷപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് കുഞ്ഞടക്കം 7 മരണം. അപകടം ഗൗരികുണ്ട് വനമേഖലയിൽ. തകർന്നത് ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്റർ. ഉത്തരാഖണ്ഡിൽ 6 ആഴ്ചക്കിടെ ഉണ്ടാകുന്ന 6ാമത്തെ അപകടം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ബ്രിട്ടന്റെ യുദ്ധവിമാനം. ഇറക്കിയത് വിമാനത്തിൽ ഇന്ധനം കുറവായതിനെ തുടർന്ന്. വിമാനമെത്തിയത് 100 നോട്ടിക്കൽ മൈൽ ദൂരത്തു നിന്നുള്ള യുദ്ധക്കപ്പലിൽ നിന്ന്. കെനിയയിൽ വിനോദസഞ്ചാരികളുടെ ബസ് മറിഞ്ഞ് മരിച്ച 5 മലയാളികളുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചു. അന്ത്യാഞ്ജലി അർപ്പിച്ച മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ. മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയി. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിലെ മുഖ്യപ്രതി ലിവിയ ജോസിനെ നാട്ടിലെത്തിച്ചു. മുംബൈയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലെത്തിച്ചത് പുലർച്ചെ. വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. ലിവിയ ഷീല സണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയത് സുഹൃത്തിന്റെ സഹായത്തോടെയെന്നും പോലീസ്.